നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കടം മേടിച്ച് പ്രതിദിന കാര്യങ്ങളും മറ്റും നടത്തുക എന്ന പ്രതിസന്ധിയിലേക്ക് കേരളം കടന്നിട്ട് കാലമേറെയായി. ഇപ്പോൾ കേന്ദ്ര സർക്കാരും കേരളവും തമ്മിൽ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസും ഇതിന്റെ പേരിലുള്ളതാണ്. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ മാസത്തിൽ ശമ്പളവും പെൻഷനും കൊടുക്കുവാൻ കൂടെ കേരളത്തിന്റെ കയ്യിൽ പണമില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 5000 കോടി രൂപയോളമാണ് ഇത്തവണ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി മാത്രം ആവശ്യമായി വരുന്നത്. ഇതിനുവേണ്ടി കേന്ദ്രത്തിന്റെ കനിവും കാത്തിരിക്കുകയാണ് കേരളം. എന്നാൽ വീണ്ടും വീണ്ടും പിച്ചച്ചട്ടിയുമായി വരുന്ന കേരളത്തെ എത്ര സഹായിച്ചാലാണ് മതിയാവുക എന്ന സാഹചര്യത്തിൽ കേരളം കനിയുമോ എന്ന ഒരു ഉറപ്പുമില്ല. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ ആയിരിക്കും കേരള സർക്കാർ കടന്നു പോകാൻ പോകുന്നത്. എന്നാൽ ഇത് കൂടാതെയാണ് മെയ് മാസത്തിൽ 16,000 ജീവനക്കാർ വിരമിക്കുന്നത്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കൂടെ കേരളത്തിന്റെ കയ്യിൽ കാശില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് കേരളത്തിന്റെ ദൈനംദിനയുള്ള ചിലവുകൾക്ക് പോലും കേന്ദ്ര സർക്കാർ കനിയേണ്ട സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ കടമെടുപ്പ് തങ്ങളുടെ അവകാശമാണെന്ന രീതിയിൽ കേരളം കേസ് കൊടുത്തതിനെ തുടർന്ന് കേന്ദ്രവും അത്ര രസത്തിലല്ല. ഇത് സംസ്ഥാനത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. പുതിയ സാമ്പത്തിക വർഷം 2 മാസം പിന്നിട്ടിട്ടും വായ്പയുടെ കാര്യത്തിൽ പ്രതികരിക്കാത്ത കേന്ദ്ര നിലപാടിൽ സംസ്ഥാനത്തിന് ആശങ്കയുണ്ട്. 2 തവണ സംസ്ഥാനം കത്തയച്ചെങ്കിലും കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല. ഈ സ്ഥിതി തുടർന്നാൽ ജൂണിൽ ശമ്പളവും പെൻഷനും നൽകാൻ പ്രതിസന്ധിയിലാകും എന്നാണ് കേരളത്തെ ഭയപ്പെടുത്തുന്നത്. സാധാരണ ഏപ്രിൽ മാസത്തിൽ വായ്പാ ലഭ്യതയെക്കുറിച്ചുള്ള അറിയിപ്പ് കേന്ദ്രം നൽകുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം മാസാമാസം വായ്പ എടുക്കുക. ഇക്കുറി അതുണ്ടായില്ല. തൽക്കാല അനുമതിയെങ്കിലും നൽകണമെന്ന അഭ്യർത്ഥനയും കേന്ദ്രം കണക്കിലെടുത്തിട്ടില്ല. വായ്പാ നിയന്ത്രണത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ പേരിലുള്ള പ്രതികാര നടപടിയാണോ എന്നും സംശയിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയിൽ നൽകിയ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. മെയ് മാസം തീരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് റിസർവ് ബാങ്ക് മുഖേന വായ്പ എടുക്കാനാവുക. ചൊവ്വാഴ്ചകളിലാണ് കേരളം വായ്പ എടുക്കുന്നത്. ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത ചൊവ്വാഴ്ച വായ്പ എടുക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. 5000 കോടിയെങ്കിലും ഈ മാസം വായ്പ എടുക്കേണ്ടി വരും. നാഴികയ്ക്ക് 40 വട്ടം കേന്ദ്ര സർക്കാരിനെ ഇടതുപക്ഷം വിമർശിക്കുമെങ്കിലും നിത്യച്ചെലവ് കഴിയണമെങ്കിൽ കേന്ദ്രം കനിയണമെന്ന് സംസ്ഥാന സർക്കാരിന് നന്നായി അറിയാം. അതിനാൽ തന്നെ കേന്ദ്രത്തെ അനുനയിപ്പിച്ച് വായ്പാനുമതി നേടിയെടുക്കാൻ സംസ്ഥാന ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ഡൽഹിക്ക് തിരിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. ഇനി കേരളത്തിന് വായ്പ അനുവദിച്ചാൽ തന്നെ എത്ര കാലം അങ്ങനെ വായ്പ എടുത്തുകൊണ്ട് നിത്യച്ചെലവുകൾ നടത്തി കേരളം മുന്നോട്ട് പോകും എന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.